സൈലൻസർ ആദ്യമേ പോയല്ലോ കയ്യിൽ. ദൈവമേ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എന്റെ ആഹാരം കഴിച്ചോണ്ട് എന്റെ വായി കിടന്ന് എന്നെ കൊച്ചാക്കാൻ നോക്കിയാ നാക്കാൻ നോക്കത്തില്ലേ, വലിച്ചു പിടിച്ച് ഞാൻ തെങ്ങും കുടി ഇടും. പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തോന്ന് നാളെ കൊതിയും നുണയും പറ, ഈ നാക്ക് കാണത്തില്ല പറഞ്ഞിട്ടുണ്ടല്ലേ അഹങ്കാരി. അല്ല പിന്നെ എങ്ങനെ പിന്നെ നാക്ക് പിഴയ്ക്കാതിരിക്കും? ദൈവമേ, ആക്രാന്ത നസീർ താണ്ട് അവിടെയും തെറ്റി. സംക്രാന്തി നസീർ കിടന്ന് കാണിക്കുന്ന കൊല്ലം നോക്ക്. ചേച്ചി എന്തോ ഒരു സൗണ്ട് ഞാൻ ചിരിച്ചതാടാ. നിങ്ങൾ ചിരിച്ചതാടാ. ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ടർക്കി കോഴിയെ പട്ടി ഓടിച്ചോണ്ട് പോയി. പോടാ തെറ്റി എവിടുന്ന്. നമ്മളെ പിള്ളേരൊക്കെ എവിടെ? ഹോസ്റ്റലിലെ പെമ്പിള്ളേരൊക്കെ എവിടെയെന്ന് ആരും ഉണന്നില്ല ചേച്ചി. നീ അല്ലേ ആഹാരം വാരി കൊടുക്കുന്നത്? നീ ചത്തോണ്ടോന്ന് പോയി കുലിക്ക് നോക്കണം. കുലിക്ക് നോക്കാൻ തരും തേങ്ങ ചെയ്ത്. നീ വന്നേടാ. നീ എന്തിനാ പിന്നെ പ്രസവ പാർട്ടി പോയി വെള്ളം ഉണ്ടാക്കിയത്? എന്റെ പൊന്നി ചേച്ചി, ഒരു ഗർഭിണിക്ക് ബ്ലഡ് കൊടുത്തു പോയി. അതിനാണ് പട്ടി അടിക്കണമല്ലോ എന്നെ അവിടെ ഇട്ട് അടിച്ചത്. എടാ, ഈ വന്ന കാലത്ത് നല്ലത് ചെയ്യരുത്. അത് കേട്ടോ, ഞാൻ ബ്ലഡ് കൊടുത്തില്ല ഗർഭിണി. പിറ്റേ ദിവസം പ്രസവിച്ച് ഞാൻ ഒരു പ്രാക്കുമായിട്ട് നേരെ അവിടെ കയറി ചെന്ന്. ചുമ്മാ പെറ്റി കിടക്കുന്ന കൊച്ചിന്റെ പ്രാവാൻ ചെന്ന് അവര് കാവാലം പടക്ക കളി എടുത്തില്ലോടാ. നിങ്ങൾ എവിടെ കൊണ്ട് കേൾക്കണം? നീ എവിടെ കൊണ്ട് പറയുന്നത്? കൊച്ചു ഫ്രാക്കുമായിട്ട് ആ കൊച്ചിനെ കാണാൻ കയറി ചെന്ന് അവിടെ ചെന്നപ്പോ കണ്ടാ അവരെ ബന്ധുക്കളെല്ലാം കൂടെ റൂമിൽ തടിച്ചു കൂടി അങ്ങനെ നിൽക്കും. ഞാൻ ഷൈൻ ചെയ്യാൻ വേണ്ടി അവിടെ നിന്നുണ്ട് ഒരു ഡയലോഗ്. എല്ലാരും കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയണത്. ഈ കിടക്കണത് എന്റെ ചോരയാണ്, നന്നായിട്ട് നോക്കിയോളേ. എന്റെ പൊന്നി ചേച്ചി, അബൂ സലീമിന്റെ അത്രയുള്ള ഒരുത്ത എഴിച്ചിന്ന് കരിവീട്ടി പോലെ കൈവച്ച ഒരൊറ്റ ഇങ്ങനെ കേട്ടു ദാ കിടക്കണ എന്റെ ചോര തറയില്. ഇതാണ് കട ഓരോരുത്തരും. എനിക്ക് ആശുപത്രിയുടെ കാര്യം പറയും. ഞാനിങ്ങനെ 6 മാസം ഒരു കിടപ്പ്, ഒന്ന് തിരിയാനോ മറിയാനോ പറ്റാതെ എന്തോന്ന് നാക്ക് പോലും അനങ്ങത്തില്ല. ആരെങ്കിലും വെള്ളം കോരിത്തന്ന സ്പൂണിന്റെ അത്തിച്ചിട്ട് വെള്ളം കോരിത്തരും. ബിസ്ക്കറ്റൊക്കെ കുഴച്ച് തരുമ്പോ ഇതിലെ കൂടെ ഒലിച്ചിറങ്ങിയിട്ട് ബക്കുപോയ കാലത്ത് ഈ വടിച്ച് തേക്കും പോലെ തേച്ചിട്ട് പോവൂടാ. ഞാൻ ഒരു സ്ത്രീയാ, എനിക്ക് ഡ്രസ് മാറാൻ പറ്റത്തില്ല. ഓരോരുത്തരും വരുന്ന തുണി അഴിക്കുന്നു ഇടുന്നു, തുണി അഴിക്കുന്നു ഇടുന്നു. ചേച്ചി, പിന്നെ ഈ അസുഖം എപ്പോഴും മാറിയത്? 1.5 വയസ്സായപ്പോ ഞാൻ മുട്ടിട്ടിടയാൻ തുടങ്ങി. പിന്നെ കസയുടെ കാലിലൊക്കെ പിടിച്ച് ഇണീച്ചിടാ ഞാൻ. പിന്നെ ഒരു ബെറ്റിക്കോട്ടുള്ള ഭയങ്കര ഓട്ടം കുരുത്തക്കാട് വരുന്ന ഡോക്ടർമാരെ എല്ലാം ചീത്ത വിളിക്കും ഞാൻ. ഒരുത്തം കേട്ടോ നാക്ക് തന്നെ നിങ്ങളാ. എന്തെങ്കിലും ഒരു ഈ നാക്ക് അടങ്ങി കിടന്നിട്ടുണ്ടോ? ഒരു ദിവസം ഈ പുല്ല് അടങ്ങി കിടന്നടാ. എന്റെ മൂത്ത മോളെ കല്യാണം കഴിഞ്ഞ് മരുമൻ വീട്ടിലോട്ട് വരുന്നു. ആമെന്ന് വെച്ച് കളവി സ്ത്രീധനത്തിന്റെ ബാക്കി എന്ത് ഈ മദാമപ്പൂടെ വായിടുമ്പോ അലിഞ്ഞ് താപ്പോട്ട് പോകുമല്ലേ, അതുപോലെ ഈ കോപ്പര ഒറ്റ ഇറക്കമൊക്കെ താഴോട്ട് പിന്നെ ചലിക്കത്തില്ല. അവൻ വന്ന് ഡെസ്ക് അടിച്ചു പൊട്ടിക്കുന്നതിന്റെ തലക്കിട്ട് കിടക്കുന്ന ചലിച്ചില്ല. ഇവനങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേനെ മണ്ണര ഞെളിഞ്ഞ് വരുന്ന പേരെ വന്ന് ഇങ്ങനെ വന്നിട്ട് ചെവി ചോദിക്കുവാ, നിന്റെ മരുമോൻ പോയോടി. അടിച്ചിറക്കി കളയണ്ട ഈ പുല്ലിനെ. അറിയാം ആളും തരമൊക്കെ. പിന്നല്ലാതെ. പിന്നെ ചേച്ചിയുടെ ഭർത്താവിനെ കുറിച്ചൊന്നും ഒരു അറിവില്ലല്ലോ ചേച്ചി. കഴിഞ്ഞ 6 വർഷത്തിന് മുമ്പ് ഈകലോകവാസം വെടിഞ്ഞ് എന്ന് വെച്ചാ ചത്ത് മാവളം തന്നെ. അല്ല സംസ്കാരം. എന്റെ പൊന്നുമോനെ, ഭർത്താവ് ചത്തിട്ടും കല്ല് പോലെ പിടിച്ചു നിന്നവളാണ് ഞാൻ. ഒരു ചങ്കൂറ്റൻ ചേച്ചി. ഡോക്ടർ പറഞ്ഞ് അമിതമായിട്ട് സന്തോഷിച്ച് അറ്റാക്ക് വരുമെന്ന്. ചേച്ചിയുടെ നാക്കിന്റെ ഒരു കാര്യം. മൂത്ത മോളെ കല്യാണം കഴിഞ്ഞ മാസം ഇങ്ങനെ എന്തോ പ്രശ്നമായിട്ട് പോയെന്നൊക്കെ കേട്ടു. ഉള്ളത് തന്നെ ഇല്ലടാ, മോളെ കാണാനായിട്ട് വന്ന്, പെണ്ണ് കാണാനായിട്ട് ഒരു 10-25 പേര് കൂട്ടർ വന്ന്. 25 പേര് എങ്ങനെയാ ഒരു സ്കൂട്ടർ കയറി വന്നത്? എവിടെ കൊണ്ടാ കേൾക്കുന്നത്? 10-25 പേര് വീട്ടിൽ വന്നു. അപ്പൊ വീട്ടിൽ വന്ന് ചെറുക്കനും കൂട്ടരൊക്കെ ഇരിക്കുക. അപ്പൊ ചെറുക്കന്റെ അച്ഛൻ ചോദിച്ചു കൊച്ചെവിടെയെന്ന്. ഞാൻ പറഞ്ഞു സിൽവർ വര ഇട്ടും കൊണ്ട് ഒച്ച അടുക്കളയിൽ ഇടഞ്ഞു കയറുവാന്ന്. ഞാൻ ഒച്ച നാടാ കേട്ടത്. ഇങ്ങനെ എന്നെ അടുമുടിയൊരു നോട്ടം. നെടുമുടിയല്ല, തിക്കുറിശി. നീ എന്താണ് പറയുന്നത്? ഇങ്ങനെ നോക്കി നോക്കിട്ട് അതല്ല നിങ്ങളെ മോളെവിടെയെന്ന്. ഈ നാക്ക് വെട്ടി കീറാൻ ഈ നാക്കുടനെ ചാട്ടി ഇടിച്ച് പറയാ, ദേണ്ട മോള് മെഡിക്കൽ കോളേജ് പെറ്റി കിടക്കുന്ന. നിങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയി? അല്ലെന്ന്, മെഡിക്കൽ കോളേജ് മൊത്തം വണ്ടി ബ്ലോക്ക്, അവിടെ പെട്ടി കിടക്കുന്നെന്ന് പറയാൻ വന്നത് ഈ നാശം. ഹലോ, അയ്യോ ആന്നാ. ഓ എടാ നിന്റെ ഭാര്യ ഇറങ്ങിപ്പോയടാ. എന്റെ ഭാര്യ ഇറങ്ങിപ്പോയി. എന്റെ ഭാര്യ ഇറങ്ങിപ്പോയാ? അല്ലെങ്കിൽ എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു ചേച്ചി അവൾ ഇറങ്ങിപ്പോകുന്നു.
നീ പോയാ? നീ കണ്ടവന്റെ കൂടെ പോയാ? നീ പോവും. എനിക്ക് നിന്നെ പണ്ടറിയാം. എടി നിന്നെ കെട്ടിയതിന് ശേഷം എനിക്ക് 7 ലൈൻ ഉണ്ടായിരുന്നത് നിനക്കറിയാ. ഈ ലേഡീസ് ഹോസ്റ്റലിലെ ഞാൻ വലിക്കാനല്ല ജോലി ചെയ്യണത്. ഇവിടുത്തെ 8-9 പെമ്പിള്ളേരുമായിട്ട് ഞാൻ കട്ട ലൈനാണ്. പിന്നെ നീ കേട്ടാ ഞെട്ടണ ഒരു കാര്യം ഞാൻ പറയാം. ഇവിടുത്തെ വാർഡനിലെ വാർഡൻ മണിച്ചേച്ചി ഞാൻ തമ്മിൽ ഭയങ്കര ലൈനാണ്. അടുത്ത ആഴ്ച ഒളിച്ചോടി. നീ വെച്ചിട്ട് പോടി. ഇല്ല അങ്ങനെ വിട്ടാൽ ശരിയാവൂല. പറ്റൂല. ഈ നാക്ക് ചതിച്ചടാ എന്നെ. ചതിച്ചാ എന്റെ ഭായി ഇറങ്ങിപ്പോയെന്നല്ല, പിന്നെ അവൾ ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞു. വൃത്തികെട്ട കളവി. ഒരു കുടുംബത്തെ നശിപ്പിച്ചപ്പോ സമാധാനമായി നിങ്ങക്ക്. നീ എന്നോട് ഷമീർ അല്ല ജമാല് എന്തോന്ന് ചേച്ചി പറയണത്? വീണ്ടും നാക്ക് തെറ്റുന്ന എന്തോന്ന്? സോറി.